ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് വെറുതെ ഇരിക്കുമല്ലേ, ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലാഹയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങി. വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ സന്ദർശകരായിട്ട് വരുന്നുണ്ട്. ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരും ഇവിടെ കാണാൻ വരുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. നല്ല പ്രകൃതിരമണീയമായ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ആരുടെയും ശല്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ട് കാണുന്ന വഴി ഒരു അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇങ്ങോട്ടുള്ളതാണ് ശബരിമല പാത. ഇതുവഴിയാണ് നമ്മളുടെ തിരുവാഭരണം കൊണ്ടുപോകുന്നതും അയ്യപ്പന്മാരെല്ലാം പോകുന്നതെല്ലാം ഇതുവഴിയാണ്. ഇതുവഴിയെല്ലാം നടന്നൊക്കെ ഒത്തിരി പേര് പോകാറുണ്ട് സീസണൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ സീസൺ സമയമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ റോഡിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും. പിന്നെ ആക്സിഡൻ്റൊക്കെ കൂടുതൽ നടക്കുന്ന സമയമൊക്കെ ആയിരിക്കും. ഈ ലാഹ ആ ഭാഗമൊക്കെ ശബരിമല സീസണിൽ ഒത്തിരി ആക്സിഡൻ്റൊക്കെ നടക്കാറുണ്ട്. കണ്ടോ, നല്ല പച്ചപ്പാണ് കാണാൻ. പക്ഷേ കാട് പോലെ കയറി നിൽക്കുവാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്. താഴോട്ട് നല്ല കുഴിയുണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമല്ലേ. മേഘമൊക്കെ നല്ലോണക്ക് വെളുത്ത് നല്ലതായിട്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളവരുടെയൊക്കെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലമാണ്. നല്ല മഞ്ഞാണ്. ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കോടമഞ്ഞ് കയറും. രാവിലെയും വൈകിട്ടുമൊക്കെ നല്ല മഞ്ഞായിരിക്കും. നല്ല രസമാണ് ഇവിടെ കാണാൻ തന്നെ. ചെറിയ ചെറിയ അരുവികളും ഒക്കെ ഇങ്ങ് ഇവിടുന്ന് നോക്കുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. താഴെയൊക്കെ നല്ല അരുവികൾ, നല്ല വൃത്തിയാണ് കാണാൻ തന്നെ. എല്ലാം കൈതത്തോട്ടങ്ങളാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഇവിടെയൊക്കെ നല്ല പറയാൻ വാക്കുകളില്ല, അതുപോലെ നല്ലൊരു പ്രദേശമാണ് നമ്മുടെ ലാഹ എന്ന് പറയുന്നത്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പോയ വഴിക്ക് ഞങ്ങളൊരു മയിലിനെ കണ്ടു. അതിങ്ങനെ നടന്നു പോകും. മനുഷ്യനെ പേടിയൊന്നുമില്ല. ചുമ്മാ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവുകയാണ്. വണ്ടിയൊക്കെ കണ്ടിട്ടും പേടിയൊന്നുമില്ല. അത് ഒരു പേടിയില്ലാതെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയി. പിന്നെ ഞങ്ങൾ അതിനെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ബാക്കി യാത്ര അങ്ങോട്ട് തിരിച്ചു. നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഞാൻ മുമ്പേ അരുവിയുടെ കാര്യം പറഞ്ഞില്ല, അതാണ് കൊണ്ട് ആ കാണുന്ന അരുവികൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകും. ഞങ്ങൾ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് റൈഡേഴ്സും അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി പേരിങ്ങനെ ബൈക്കിലും കാറേലും അങ്ങനെയുള്ള ഒത്തിരി പേര് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മാറി നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുകയും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ നല്ല രസമല്ലേ കാണാൻ, പച്ചപ്പ്. ഇങ്ങനെ ഞങ്ങളവിടെ നിന്നു. ഞങ്ങളും വെറുതെയൊക്കെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി നമുക്ക് 2 സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടായും കൊണ്ട് 2 ഫോട്ടോയൊക്കെ ഞങ്ങളും അവിടെ ചെന്ന് നിന്ന് എടുത്തു. ഇവനങ്ങ് നടക്കണമെന്ന് പറയുക. കുഞ്ഞങ്ങ് നടക്കാൻ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടങ്ങ് ഓട്ടമായിരുന്നു അതുവഴിയെല്ലാം. പിന്നെ ഞങ്ങൾ അവിടെയെല്ലാം ഒന്ന് കണ്ട് അവിടെ ഒരു തോട് പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. അവനെ അവിടെയൊക്കെ ഒന്ന് ഇറക്കി കാലൊക്കെ ഒന്ന് കഴിയിച്ചു. അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറേ കഴിഞ്ഞൊരു 6:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് വേറെ ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ഓക്കെ, ബൈ ബൈ.